ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, ടൗൺ സ്ക്വയറിന് എതിർവശം, വണ്ടൂർ. നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പുതിയ കോർഡിനേഷൻ സംവിധാനം ഒരുക്കുമെന്നും MLA ഇല്ലെങ്കിലും വികസന പദ്ധതികൾ തുടരുമെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂർ ബൈപ്പാസിന് ഭരണാനുമതിയായ 235 കോടി കൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്തും. നിലമ്പൂർ ബൈപ്പാസ്, ഗവൺമെന്റ് കോളേജ്, ജില്ലാ ആശുപത്രി തുടങ്ങിയ പദ്ധതികൾക്ക് CPM ജില്ലാ നേതൃത്വം തടസ്സം നിന്നെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ബൈപ്പാസിന് UDFും ആര്യാടനും എതിർ നിൽക്കുന്നുവെന്ന് മുമ്പ് ആരോപിച്ചിരുന്ന PV അൻവർ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം LDFിനെയും CPMനെയും പഴിചാരുകയാണ്. ഏരിയ നേതൃത്വം സഹകരിച്ചെന്നും ജില്ലാ നേതൃത്വം അവഗണിച്ചെന്നും പറയുന്നത് തെറ്റാണ്. MLA ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ പ്രവർത്തനം സാധിക്കില്ല, എവിടെയും സാധിക്കില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന മാർഗം എന്താ? അതാ ഞാൻ പറഞ്ഞത്, LDF എന്ന നിലയിൽ ഞങ്ങൾ ഇവിടെ ഒരു കേന്ദ്രം ആരംഭിക്കുന്നു. പൊതുജനങ്ങൾക്കെല്ലാം വികസന പ്രവർത്തനം ആഗ്രഹിക്കുന്ന കക്ഷി രാഷ്ട്രീയ പരിഗണന ഇല്ലാതെ സമീപിക്കാനും ഇടപെടാനും, അങ്ങനെ സമീപിക്കുന്നവരെയും UDF ഈ വികസന പ്രവർത്തനം സഹകരിക്കുമെങ്കിൽ അവരെയും, BJP സഹകരിക്കുമെങ്കിൽ അവരെയും, ഈ വികസന പ്രവർത്തനവുമായി സഹകരിക്കാവുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് നമുക്ക് കൂട്ടായിട്ട് ഇടപെടാൻ കഴിയും. അല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇടപെട്ട് എല്ലാം ശരിയാക്കാം എന്നത് മാത്രമല്ല, എല്ലാവരും അതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യമായിട്ട് വേണം, അതുകൊണ്ട് എല്ലാവരും സഹകരണം വേണം. ഞങ്ങൾ ഇതിന് തയ്യാറാണ്, ഞങ്ങൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ച് പോവുകയാണ്. ഇനി ആരും സഹകരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ LDF നിലക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾ UDFന്റെ ഉൾപ്പെടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. എങ്ങനെ അല്ല, LDFന് ഒരു ലീഡർഷിപ്പ് ഇപ്പോഴുണ്ടല്ലോ, ആ ലീഡർഷിപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. ബൈപ്പാസ് ഇപ്പോ നേരത്തെ തന്നെ അതിന്റെ ഒരു ചെറിയ രൂപത്തിലുള്ള പണി ആരംഭിച്ചു. കുറച്ച് ഭാഗം സ്ഥലം ഏറ്റെടുത്തു, ബാക്കി ഭാഗം ഏറ്റെടുക്കണം. ഇപ്പൊ അതിന്റെ ദ്രുതഗതിയിൽ പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഏതായാലും ഇപ്പൊ ഒരു പുതിയ പ്രോജക്റ്റ് 235 കോടിയൊക്കെ ഒരു ഇത് വരുന്നത്, അതിന്റെ ഭരണാനുമതി കിട്ടി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഭരണാനുമതി ലഭ്യമാക്കി നടപടികൾ പെട്ടെന്ന് നടപ്പിലാക്കി തുടങ്ങാൻ പെട്ടെന്ന് നടപടി ഞങ്ങളിപ്പോ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമോ ഏരിയ കമ്മിറ്റിയും പ്രവർത്തിക്കൂ. CPM നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് കഴിഞ്ഞ 8 വർഷവും 1500 കോടിയുടെ വികസനം നടപ്പാക്കിയത്. കൂട്ടായ തീരുമാനത്തിലാണ് MLA ഫണ്ട് വിനിയോഗിച്ചത്. അതെല്ലാം സ്വന്തം പ്രവർത്തനമായി അവകാശപ്പെടുന്നത് ശരിയല്ല. PV അൻവർ നിലമ്പൂരിന്റെ MLA ആകും മുമ്പ് മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ LDF ഭരിച്ചിട്ടുണ്ട്. PV അൻവർ ഇല്ലെങ്കിലും നിലമ്പൂർ നഗരസഭയിലും പഞ്ചായത്തുകളിലും LDF മികച്ച നേട്ടം കൈവരിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, CPM മണ്ഡലം സെക്രട്ടറി M മുജീബ് റഹ്മാൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ, കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം സ്കറിയ കിനാന്തോപ്പിൽ, INL ജില്ലാ കമ്മിറ്റി അംഗം പാറാട്ടി കുഞ്ഞാൻ, NCP മണ്ഡലം കമ്മിറ്റി അംഗം ബേബി വെള്ളിമുറ്റം, CPM ഏരിയ സെക്രട്ടറി K മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings.